കണ്ട മനസ്സിലായില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി പോലും എന്റെ മുന്നിൽ തല കുനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി എന്റെ മുന്നിൽ തല കുനിച്ചു. എന്തിന്? എന്നെ കാണാൻ. മുഖ്യമന്ത്രി എന്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ട്. അറിയാവോ? മുഖ്യമന്ത്രിയാ? കേരളത്തിലെ തൊഴിലാളികളുടെ മുമ്പിൽ പോലും മുട്ടുകുത്താത്ത ആളാ. എന്റെ മുന്നിൽ അദ്ദേഹം മുട്ടുകുത്തി. എന്തിന്? എനിക്ക് ക്ഷയിക്കാണ്ട് തരാൻ. ചേട്ടൻ വന്ന ചെവിലൊരു കാര്യം പറയട്ടെ. താടി വെച്ച ചേട്ടൻ എന്റെ മുന്നിൽ നട്ടല് വളച്ചു. ഇപ്പൊ മനസ്സിലായോ ഞാൻ നിസ്സാരക്കാരനല്ലെന്ന്? വെടിക്കെട്ട് മിമിക്രിയാ. ഞാൻ വെടിക്കെട്ട് മിമിക്രി. വെടിക്കെട്ട് മിമിക്രി എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് കാണിക്കും. ഒന്ന് കാണിച്ചേ. സൂക്ഷിച്ചു നിന്നോ, പടക്കം പൊട്ടുന്ന സ്ഥലം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് സംഭവം? കുഴപ്പമില്ല, പക്ഷെ ഈ ശരീരത്തിൽ നിന്നാണെന്ന് തോന്നൂല. എന്തിയേ? വിട്ടത് ഞാൻ തന്നെയാ. ഞാൻ വിചാരിച്ച് പൊട്ടൂല്ലെന്ന്. ഭയങ്കര സൗണ്ടാ. എന്തേ? അത് ചീറ്റി പണ്ടാറടങ്ങി. 4 എണ്ണം വിട്ട ഒരെണ്ണം പോക്കാ. 4 എണ്ണം വിട്ടാല് ഒരെണ്ണം പോക്കാ. കൊള്ളാം. അത്രേ ഉള്ളു. അതെ, മാലപ്പടക്കത്തിന് തീ കൊളുത്താൻ പോവാ. മാലപ്പടക്കോ? കൊടു. കൊള്ളാം. എന്താ ഇത്? പൊട്ടാത്ത പടക്കം എടുത്ത് കൈ തന്നേക്കണ കഴുതേ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ സൂക്ഷിച്ചു പടക്കം പൊട്ടുന്ന സ്ഥലന്ന്. കൈ പൊള്ളിപ്പോയി. ട്രെയിനിന്റെ സൗണ്ട് ഇടും ഞാൻ. ട്രെയിനിന്റെ എടുക്കട്ടെ? പഴയ ട്രെയിൻ വേണോ പുതിയ ട്രെയിൻ വേണോ? പുതിയതായിക്കോട്ടെ, അതാ നല്ലത്. ഗുഡ്സ് വേണോ പാസഞ്ചർ ട്രെയിൻ വേണോ? നമ്മളൊക്കെ പാസഞ്ചറിലല്ലേ പോണത്, പാസഞ്ചേഴ്സ് ആയിരിക്കട്ടെ. 54 ബോഗികളുണ്ടോ 32 ബോഗിയുള്ള വേണോ? 54 വേണോ 32 വേണോ? ചവിട്ടും ഞാൻ, ചവിട്ടി അരക്കും. എന്നിട്ട് ഞാൻ വടിച്ചെടുത്തിട്ട് പിന്നെയും ചവിട്ടും. കാണിക്കടാ. 56 ബോഗിയും കൊണ്ട് വന്നേക്കണവൻ. കാണിക്കടാ. ഡീസൽ വേണോ കൽക്കരി വേണോ? കൊതുക് തിരിന്ന് കേട്ടണ്ട, കൊതുക് തിരി. അത് വെച്ച് കത്തിച്ച് ഞാൻ കൊല്ലും. എന്താ അത്? ട്രെയിൻ കൂവിയതാ. അതെന്താ? ഫിസിലടിച്ചാ പോവാൻ പറ്റുമോ? ഓ, എന്താ? ഗ്യാസ് പോയതാ. നിന്റെ? എന്റെ അല്ല, ട്രെയിനിന്റെ.